ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈഡ് ഔട്ട്. ഇത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ബജാജിന്റെ രണ്ട് കിങ്സ് ആണ്, NS116, N160. അപ്പോൾ ഈ രണ്ട് ബൈക്കിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. എന്തൊക്കെയാണ് ഡിഫറൻസ്, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സിമിലാരിറ്റീസ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ രണ്ട് ബൈക്കിൻ്റെ മേജറായിട്ട് പറയാനുള്ള ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിന് N160, NS160യുടെ ഡിജിറ്റൽ കൺസോൾ, ഈ ഡിജിറ്റൽ മീറ്റർ ഏകദേശം സിമിലാരിറ്റീസ് ആണ്. ആ കാണുന്ന ലുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബൈക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് NS160 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മോഡ് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഹാൻഡിൽ ബാറിലും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നാവിഗേഷൻ, മെയിൻ്റനൻസ്, അലേർട്ട്, അങ്ങനെ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ഈ ഒരു മീറ്റർ കൺസോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് നേരെ നമുക്ക് N160 പോകുമ്പോൾ സെയിം ആണ്. ആ ഒരു മീറ്ററിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞു ഏറെക്കുറെ സെയിം ആയിട്ട് സിമിലർ മീറ്റർ കൺസോളാണ് ഈ കാണുന്ന ഡിജിറ്റൽ മീറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ടൊരു ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല ചേഞ്ച് ചെയ്യാൻ. അത് ഹാൻഡിൽ ബാറിലാണ് ഇതിൻ്റെ മോഡ്സ് ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ മോഡ്സ് ചേഞ്ച് ആവുന്നത്. അപ്പം അതുപോലത്തുള്ള ഡീറ്റെയിൽ ആയിട്ട് അധികം ചെറിയൊരു മീറ്റർ, ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ് N160യും NS160യും വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഈ രണ്ട് ബൈക്കിൻ്റെ സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയർ സെക്ഷനാണ്. ഇപ്പോൾ രണ്ടിൻ്റെ ടയർ സെക്ഷൻ സെയിം ആണ്. 117 ഇഞ്ചിൻ്റെ ടയർ സെക്ഷനാണ് രണ്ട് ബൈക്കിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ബൈക്കിൻ്റെ അലോയ് വീൽസും സെയിം ആണ്. ഈ അലോയ് വീൽസ് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് പറയാനുള്ളത്, ഈ ഒരു N160യുടെ ബ്ലാക്ക് അലോയ് വീൽസും നേരെ NS160യുടെ അലോയ് വീൽസ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു അലോയ് വീൽസ് വന്നിരിക്കുന്നത്. ബാക്കി സിമിലാരിറ്റീസ് എല്ലാം സെയിം ആണ്. അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ്സ്, ഒരു അലോയ് വീൽസിൻ്റെ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ മാനുവലായിട്ട് നോക്കാനുള്ള ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സ്, ഈ അലോയ് വീൽസ് വന്നിരിക്കുന്ന ഗ്രാഫിക്സ് വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ചെറിയൊരു റെഡ് സ്ട്രിപ്പ് ലൈൻ പോയിട്ടുണ്ട് ഇവിടെ. ആ രീതിയിലാണ് NS160യുടെ കൊടുത്തിരിക്കുന്നത്. N160 നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബോൾഡായിട്ടുള്ളൊരു സ്ട്രിപ്പ് ലൈൻസാണ്. അതിലൊരു വൈറ്റ് എലമെൻറ്റും കൂടെ ആ ഒരു ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റീസ് പറയാം. ഇനി ഇതിൻ്റെ റെയർ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതും സിമിലാരിറ്റീസ് സെയിം തന്നെയാണ് N160യുടെയും NS160. അപ്പോൾ ഈ ഇരിക്കുന്ന NS160 ആണ്. അപ്പോൾ NS160 ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതിൻ്റെ അലോയ് വീൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള അലോയ് വീൽസാണ്. ഇത് ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് അതിൻ്റെ ഒരു അലോയ് വീൽസ് പോയിട്ടുണ്ട്. ഇതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 130/17 ഒരു അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ നേരെ N160 പോവുകയാണെങ്കിൽ 160 പറഞ്ഞ പോലെ സിമിലർ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. 130/17 ഇഞ്ചിൻ്റെ ഒരു റേഡിയൽ ടയർസ് ആണ് ഈ രണ്ട് ബൈക്കിനും വന്നിരിക്കുന്നത്. ഈ രണ്ട് ബൈക്കിനും ഒരുപോലെ തന്നെ സിമിലാരിറ്റീസ് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്ക് സൈസാണ്. 230യുടെ ഡിസ്ക് സൈസാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. നമുക്ക് എടുത്ത് പറയാനുള്ള രണ്ട് സിമിലാരിറ്റീസ് ആണ്. രണ്ട് ബൈക്കും വരുന്നത് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് ഈ രണ്ട് ബൈക്കിനും വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു N160 NS160 സിമിലാരിറ്റീസ് പറയാനുള്ളത്. അതുപോലെ പറയാനുള്ള രണ്ട് ബൈക്കിനും വരുന്ന മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ രണ്ട് ബൈക്കിനും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിമിലാരിറ്റീസ് പറയാനുള്ളത്. പിന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ്, അതായത് വളരെ ചെറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്തതും സെയിം ആണ്, പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ രണ്ട് ബൈക്കിനും വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഷെറും മച്ചാനാണ് ചെയ്യുന്നത്. അപ്പം മച്ചാ പോരെ. മെയിൻ ഡിഫറൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഹെഡിലാണ്. രണ്ടും വേറെ ലുക്കായിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. NS160 ആണ് നമ്മൾ മേജർലി നോക്കുമ്പം ഒരു സ്പോട്ടി ഫീലുള്ള ഹെഡ്ലൈറ്റാണ്. പിന്നെ അതേപോലെ തിരിച്ച് നമ്മൾ ഇവിടെ വരുമ്പം N160ക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഏലിയൻ ഫേസ് ഉള്ള ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇത് രണ്ടും DRLs വേറെയാണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള DRLs ആണ് നമ്മൾ നോക്കുമ്പം. ഇതൊരു തണ്ടർ ഫീലുള്ള DRLs ആണ് വരുന്നത്. പിന്നെ നമ്മൾ മേജർലി നോക്കാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സാണ് രണ്ട് വണ്ടിയുടെയും. N160ക്ക് നോക്കുമ്പോൾ നമ്മൾ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. NS160ക്ക് നോക്കുമ്പോൾ നമുക്ക് LED ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റ്ലി നമ്മൾ നോക്കുമ്പം ഇതിന് നമ്പർ പ്ലേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്പർ പ്ലേറ്റ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ താഴെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഹെഡിൻ്റെ മുകളിൽ ജസ്റ്റ് അണ്ടർ ദ ക്ലസ്റ്റർ നമുക്ക് പറയാം. നമുക്ക് നോക്കാനുള്ളത് N160ക്ക് കാണുന്നത് ആകെ സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ NS160യിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, ഒരു കിക്ക് സ്റ്റാർട്ടും ഉണ്ട്. അതാണ് ഒരു മേജർ ഡിഫറൻസ്. ലൈക്ക് ഇനി എപ്പോഴേലും നമുക്കൊന്ന് വണ്ടി ഓഫ് ആവണമെങ്കിൽ തന്നെ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം NS160യിൽ. പക്ഷേ അതിവിടെ മിസ്സിംഗ് ആണ്. നമുക്കെന്നാൽ ടെയിൽ സെക്ഷനിലേക്ക് വരാം. ഇപ്പോൾ പുതിയൊരു തരത്തിലുള്ള ഒരു ടെയിൽ സെക്ഷനാണ് NS160 തന്നിരിക്കുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സും പുതിയൊരു ലൈറ്റും ചെറുതായിട്ട് പുതിയൊരു മോഡിഫിക്കേഷനൊക്കെ വെച്ച് നമുക്കൊരു NS160യിൽ പുതിയൊരു ലുക്കിലാണ് ടെയിൽ ടാഡ് വന്നിരിക്കുന്നത്. പക്ഷേ അതേപോലെ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും നോർമലായിട്ടുള്ളൊരു ടെയിൽ ടാഡിയാണ് തന്നേക്കുന്നത്. അവിടെ താഴെ തന്നെ ലൈറ്റും അതിൻ്റെ താഴെ തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റും പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്ഥലം. NS160 നോക്കുവാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് കിട്ടുന്നത്. സ്പ്ലിറ്റ് സീറ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ കുറച്ച് സിറ്റിംഗ് പോസ്റ്റ് വേറെയാണ്. അതേപോലെ നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരുമ്പം നമ്മൾ N160യിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള സീറ്റാണ് പില്ലിയന് കിട്ടുന്നതും.
റൈഡറിന് കിട്ടുന്നത്. അപ്പം NS160യുടെ ബാക്കിലെ ലുക്ക് കുറേ നാളും കൊണ്ട് NS160 അല്ലെങ്കിൽ NS സീരീസിൽ കണ്ടുവരുന്ന ഒരു ടെയിൽ ടാഡിയാണ്. അപ്പം ഇത് ലെജൻഡറി ആയിട്ട് ഇപ്പോൾ തന്നെ പൾസർ കൊണ്ടു നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ലുക്കാണ് ഇത് കാണാൻ, വേറൊരു തരത്തിലൊരു ലുക്കാണ്. ടെയിൽ ടാഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം ഭംഗിയുള്ളൊരു ടെയിൽ സെക്ഷനാണ് NS160. സോ നമ്മൾ വരുന്നത് 160ലേക്കാണ്, N160ലേക്ക്. ഇതിൻ്റെ ടെയിൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതുവരെ പൾസറിൽ കാണാത്തൊരു പുതിയ തരം ടെയിൽ സെക്ഷനാണ്. കാണാൻ കുറച്ചും കൂടി ലുക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത് LED ആണ് ഇത് ബാക്ക് സൈഡിലെ ടെയിൽ സെക്ഷൻ ഫുള്ള്. അപ്പം നമുക്കിത് നോർമലായിട്ടൊന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരു ഡിഫറൻസ് കാണാം NS160ലും N160ലും. ഓക്കെ, നമ്മൾക്കെതിരെ ഫ്രെയിംസിലേക്ക് വരാം രണ്ട് ബൈക്കിൻ്റെയും. ഇതിൽ വരുന്നത് പെരിമീറ്റർ ഫ്രെയിമാണ് NS160ൽ വരുന്നത്. ഇതിൽ കുറച്ചും കൂടി ഹാൻഡ്ലിങ് നമുക്ക് സൂപ്പർബാക്കാം, വണ്ടി കുറച്ചും കൂടി നിമ്പിളായിട്ട് നമ്മുടെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസത്തിൽ നമുക്ക് പെരിമീറ്റർ ഫ്രെയിം കുറേ നാളും കൊണ്ട് പൾസർ സീരീസിൽ കണ്ടുവരുന്നൊരു ഫ്രെയിമാണ്. ഇത് നമ്മൾ അതേപോലെ വരുവാണെങ്കിൽ N160ലേക്ക് വരുമ്പം ഇത് ട്യൂബുലർ ഫ്രെയിമാണ് വരുന്നത്. അപ്പം ഈ ഫ്രെയിം കുറച്ചും കൂടി ഈസിയാണ് വണ്ടി ഫ്ലിക്ക് ചെയ്യാനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഒക്കെ. അപ്പോൾ അത് കാരണം വേറൊരു സ്റ്റൈൽ, ഒരു ഹാൻഡ്ലിങ് ഫീൽ നമുക്ക് കിട്ടുന്നൊരു വണ്ടിയാണ് N160. അതുകൊണ്ടാണ് ഇത് നേക്കഡ് സ്പോർട്ട് 160 ആയിട്ടും ഇത് നേക്കഡ് 160 ആയിട്ടും കണക്ക് കൂട്ടുന്നത്. അപ്പം നമ്മൾ N160ലേക്ക് ഇരിക്കുമ്പം കുറച്ചും കൂടി സ്പോട്ടി ആയിട്ടുള്ള ഫീലാണ്. സിറ്റിംഗ് എക്കണോമിക്സ് കുറച്ച് വേറെയാണ്. കുറച്ച് നമ്മൾ ടക്ക് ഇൻ ചെയ്തിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വണ്ടി കുറച്ചും കൂടി നേക്കഡ് ആയിട്ട് പോലെ ഫീൽ ചെയ്യും. കുറച്ച് നിമ്പിളായിട്ട് ഈസി ആയിട്ട് അജൈലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഹാൻഡിൽ ബാറും സിറ്റിംഗ് എക്കണോമിക്സുമാണ് N160ക്ക് വരുന്നത്. അതേപോലെ നമ്മൾ NS160ലേക്ക് വരുമ്പം കുറച്ച് ഈസി ആയിട്ട് എക്കണോമിക്സ് ആണ്. നമുക്ക് കൈ ഇങ്ങനെ കുറച്ചും കൂടി N160ൽ ഇരുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടി കൈയൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെക്കാം, ഈസിയാണ്. നമ്മുടെ കൈയൊക്കെ ഒത്തിരി എഫേർട്ട്ലെസ് ആയിട്ട് ഇരിക്കും. പിന്നെ നമ്മൾ ഇരിക്കുമ്പം തന്നെ നമ്മുടെ വണ്ടി നമ്മുടെ കൂടെ നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്ന് ഓടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NS160യുടെ ആ ഒരു ഹാൻഡ്ലിങ്ങും എക്കണോമിക്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇരിക്കുമ്പോൾ യൂഷ്വലി ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ NSൽ കുറച്ചൊന്ന് നൈസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ടൊരു ഫീൽ കിട്ടും. പക്ഷെ അതേപോലെയല്ല N160 നമുക്ക് കുറച്ച് ടക്ക് ഇൻ ചെയ്തിരിക്കണം. പക്ഷേ NS160ൽ നമുക്ക് ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് കുറച്ചും കൂടി വണ്ടി നമ്മൾ വണ്ടിയുടെ മുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ മച്ചന്മാരെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള ഇതിനൊരു സിമിലാരിറ്റീസും ഡിഫറൻസും. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്, ഒരുപാട് കാര്യം നമ്മൾ ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ ഈ ഒരു വീഡിയോ ലാഗായിപ്പോൾ. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ, ഞാൻ മിസ് ചെയ്ത രണ്ട് കാര്യങ്ങൾ വെച്ചാൽ ഇതിൽ വരുന്ന ഡ്യുവൽ ചാനൽ ABS സിസ്റ്റമാണ് ഈ രണ്ട് ബൈക്കിനും വരുന്നത്. അതുപോലെ ഫ്രണ്ട് ഫോക്കിൽ 31mm ഫ്രണ്ട് ഫോക്സ് ആണ് ഈ രണ്ട് ബൈക്കിനും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ സിമിലാരിറ്റീസും ഡിഫറൻസും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ, ഈ ഒരു വീഡിയോ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സൗണ്ടാണ് ഇതിൻ്റെ എക്സോസ് സൗണ്ട്. അപ്പോൾ NS160യുടെയും N160യുടെയും എക്സോസ് സൗണ്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഗുഡ് ബൈ പറയാം. എക്സോസ് സൗണ്ട് നമുക്ക് കേൾക്കാം.